Hi friends, today we are going to discuss the textual questions and answers of Shield of Courage. Shield of Courage എന്ന് പറയുന്ന നീരജ ബാനറ്റിന്റെ വളരെ കറേജസ് ആയിട്ടുള്ള ഒരു സ്റ്റോറി നമ്മൾ കണ്ടു അല്ലെ. ഇനി അതിന്റെ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ അശോക ചക്ര അല്ലെ. അശോക ചക്രം നമുക്ക് അറിയാത്തല്ലേ, നമ്മൾ പഠിക്കുന്ന ടൈമിലേ നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. നമ്മൾ എന്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ വരികയാണെങ്കിലും എന്തെങ്കിലും ക്വിസുകളൊക്കെ വരികയാണെങ്കിൽ കറണ്ട് അഫയേഴ്സ് പഠിക്കുകയാണെങ്കിൽ അശോക ചക്ര ഈ വർഷം കിട്ടിയത് പണ്ട് കിട്ടിയത് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും അല്ലെ. അങ്ങനെ നമ്മുടെ ഏറ്റവും വലിയ അവാർഡായിട്ടുള്ള ഈ അശോക ചക്ര എന്ന് പറയുന്ന അവാർഡിന്റെ ഇമ്പോർട്ടൻസ്, സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ അത് എന്തിനു കൊടുക്കുന്നതാണ് എന്നുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. Ashoka Chakra is India's highest peacetime gallantry അവാർഡാണ് കേട്ടോ. ഏറ്റവും വലിയ ഗാലൻട്രി അവാർഡ്, ധീരതയ്ക്കുള്ള അവാർഡാണ് ഏത് അശോക ചക്ര എന്ന് പറയുന്നത്. ക്ലിയർ? വാട്ട് ഇൻഫർമേഷൻ ഡു യു ഗെറ്റ് അബൌട്ട് നീരജാസ് എയർലി ലൈഫ് അല്ലെ. നീരജയുടെ എയർലി ലൈഫ് മീൻസ് അവരുടെ ഇപ്പത്തെ ആ ഒരു ഇൻസിഡന്റ് നടക്കുന്നതിന് മുമ്പുള്ള അവരുടെ ലൈഫിനെ കുറിച്ച് അല്ലെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് അല്ലെ. അവരുടെ ലൈഫിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് അറിയാവുന്നത് എന്നാണ് ചോദ്യം. നീരജ വാസ് ബോൺ ഓൺ 7th September 1963 ഇൻ ചണ്ഡീഗഡ്, ഇന്ത്യ അല്ലെ. അവര് ജനിച്ച പ്ലേസും ഡേറ്റും ആണ് ആദ്യം തന്നെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. ഹെർ പാരന്റ്സ് ആർ ഹാരിഷ് ബാനറ്റ് ആൻഡ് രാം ബാനറ്റ് അല്ലെ. ഹാരിഷ് ബാനറ്റ് അച്ഛൻ, രാമ ബാനറ്റ് അമ്മ. ഷീ ഗ്രൂ അപ്പ് ഇൻ എ ലവിങ് ആൻഡ് സപ്പോർട്ടീവ് ഫാമിലി അല്ലെ. അവൾ വളർന്ന് വലുതായി വന്നത് ഏത് ഫാമിലിയിലായിരുന്നു? വളരെ ലവിങ്ങും വളരെ സപ്പോർട്ടീവും ആയിട്ടുള്ള ഒരു ഫാമിലിയിലായിരുന്നു അല്ലെ. She completed schooling from Sacred Heart Senior Secondary School, Chandigarh, and graduated from St. Xavier College and Mumbai. അവള് ഗ്രാജുവേഷൻ പഠിച്ചതും സെക്കൻഡറി പഠിച്ചതും അതേപോലെ തന്നെ ഗ്രാജുവേറ്റഡ് ആയതുമാണ് പറയുന്നത്. Then she started her career as a model. അവളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയായിരുന്നു? ഒരു മോഡലായിട്ടായിരുന്നു അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നീരജ ബാനറ്റിനെ കുറിച്ചുള്ളത് കേട്ടോ. Then third question, what qualities of Neeraja helped her build a reputation in the airline industry? Do you think such qualities are necessary to scale the heights of the success? Why? അല്ലെ. നീരജയുടെ ചില ക്വാളിറ്റീസ് ഒക്കെ അല്ലെ, ചില ക്വാളിറ്റീസ് ആണ് അവൾ ആ ഒരു ഇൻഡസ്ട്രിയിൽ വളരെ പെട്ടെന്ന് അവൾക്ക് ഒരുപാട് ബഹുമതികളും റെപ്യൂട്ടേഷനും അഡ്മിയറും ഒക്കെ ലഭിക്കാനുള്ള കാരണം. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഒരാൾക്ക് ലൈഫിൽ സക്സസ് ആവണമെങ്കിൽ കുറച്ച് ക്വാളിറ്റീസ് ഒക്കെ വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ പറഞ്ഞ നീരജയ്ക്കുള്ള പോലെയുള്ള ക്വാളിറ്റീസ് വേണോ ഒരാൾക്ക് സക്സസ് ആവാൻ? എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്നാണ് ചോദ്യം. നീരജ എലഗൻസ് മീൻസ് എന്താ? ചാരുത അല്ലെങ്കിൽ ബ്യൂട്ടിനെസ്, ക്യൂട്ട്നെസ്, അപ്പിയറൻസ് എന്നൊക്കെ വരുന്ന ഒരു ലെവൽ ഉണ്ടല്ലോ, ആ ഒരു സ്മാർട്ട്നെസ്, അതിനാണ് എലഗൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഡെഡിക്കേഷൻ, ആത്മസമർപ്പണം അല്ലെ. എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ച് അങ്ങേയറ്റം ഡെഡിക്കേഷൻ കൊടുത്ത് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ. കോൺഫിഡൻസ് ലെവൽ വേണം, കോൺഫിഡൻസ് ലെവൽ. ആൻഡ് ദ പോയിസ്, ആത്മധൈര്യം, ആത്മവിശ്വാസം അല്ലെ. ദാറ്റ്സ് ലെഡ് ഹെർ ടു പെർസ്യൂ എ കരിയർ ഇൻ ദ എയർലൈൻ ഇൻഡസ്ട്രി. ഈ കാര്യങ്ങളൊക്കെ അവൾ ഈ ഒരു എയർലൈൻ ഇൻഡസ്ട്രിയിൽ പറയുന്ന ഒരു കരിയറിലോട്ട് കൊണ്ടെത്തിച്ചത്. ആൻഡ് her professionalism and dedication helped her build a reputation in her field അല്ലെ. അവര് പ്രൊഫഷണലിസം, എന്താ പ്രൊഫഷണലിസം കൊണ്ട്? ഏത് മേഖലയാണെങ്കിലും ആ മേഖലയിലുള്ള കഴിവ് അല്ലെ, ആ മേഖലയിൽ ആ വ്യക്തിക്ക് ഒരു കഴിവും ആ ഒരു പ്രൊഫഷണലിസം ഉണ്ട്, ആ ഒരു പ്രൊഫഷണലുള്ള കഴിവ്, അതിനാണ് പ്രൊഫഷണലിസം. ആൻഡ് ഡെഡിക്കേഷൻ, അതുപോലെ ആത്മസമർപ്പണവും, ഇത് രണ്ടും തന്നെ അവൾ എന്ത് ചെയ്തു? ആ ഒരു ഫീൽഡ്, മീൻസ് ഇവിടെ എയർക്രാഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഫീൽഡാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ആ ഒരു ഫീൽഡിൽ ഒരു ഹൈ റെപ്യൂട്ടേഷൻ ലഭിക്കാൻ ഈ ഒരു ഡെഡിക്കേഷനും പ്രൊഫഷണലിസം എന്ത് ചെയ്തു? നീരജയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. മോർ ഓവർ, അതിൽ കൂടുതൽ പറയുകയാണെങ്കിൽ ക്വാളിറ്റീസ് ലൈക്ക് കറേജ്, മറ്റു ക്വാളിറ്റീസ് ഏതൊക്കെയായിരുന്നു അവൾക്ക് ഉണ്ടായിരുന്നത്? കറേജ്, ധൈര്യം അല്ലെ, സെൽഫ്ലെസ്നെസ് അല്ലെ, നമ്മുടെ നിസ്വാർത്ഥത എന്ന് പറയുന്നത്. സ്വാർത്ഥതയായിരുന്നെങ്കിൽ അവൾക്ക് വേണമെങ്കിൽ എമർജൻസി എക്സിറ്റിലൂടെ ഫസ്റ്റ് ഇറങ്ങിയിട്ട് രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ അവളൊരു സെൽഫ്ലെസ്നെസ് ക്യാരക്ടർ ആയതുകൊണ്ടാണ്, ആ സ്വാർത്ഥ സ്വഭാവം ഇല്ലാത്തത് കൊണ്ടാണ് എല്ലാവരും ഇറങ്ങാം എന്ന് ചിന്തിക്കുന്നത്. ഓക്കെ. ദെൻ ക്വിക്ക് തിങ്കിങ്, ചില ആളുകൾക്ക് സൊല്യൂഷൻ അറിയാം, ചില ആളുകൾ അങ്ങനെ, ചില പ്രശ്നങ്ങൾക്കൊക്കെ അവർക്ക് സൊല്യൂഷൻ അറിയാം, അപാര ബുദ്ധിയായിരിക്കും, പക്ഷെ ഒരുപാട് ടൈം എടുക്കും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ. അപ്പൊ അതിന് വണ്ടിയൊക്കെ വിട്ടു പോയിട്ടുണ്ടാവും. ആ ഒരു ആറ്റിറ്റ്യൂഡുള്ള കുറെ മനുഷ്യരുണ്ട്. ചിലർ പറയും ഒരുപാട് ചിന്തിച്ച ഡിസിഷൻ, ചില സമയത്ത് നമുക്ക് ഒരുപാട് ചിന്തിക്കാനുള്ള ടൈം ഉണ്ടാവില്ല.
അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഒരുപാട് ചിന്തിക്കുന്ന ആളുകളുടെ എടുക്കുന്ന ഡിസിഷൻ കറക്റ്റ് ആയിരിക്കാം, പക്ഷെ അവർക്ക് ക്വിക്ക് തിങ്ക് ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ പലതും നഷ്ടപ്പെടാം, അല്ലെ? അപ്പൊ അതിന് വളരെ ഇമ്പോർട്ടൻസ് ആണ്. എപ്പൊ തീരുമാനം എടുക്കുന്നില്ല, കറക്റ്റ് ടൈമിൽ കറക്റ്റ് ആയ സമയത്ത് ഷാർപ്പ് തീരുമാനം എടുക്കാൻ കഴിയണം. അങ്ങനെയുള്ള ഒരു ക്വിക്ക് തിങ്കിങ് ആയിട്ടുള്ള കഴിവ് ആർക്കുണ്ടായിരുന്നു? നീരജയ്ക്ക് ഉണ്ടായിരുന്നു. ഓക്കെ. ആൻഡ് സ്ട്രോങ് വിൽ പവർ ഉണ്ട്, അല്ലെ? നമുക്ക് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു സ്ട്രോങ് ധൈര്യവും ഒരു വിൽ പവറും ഒരു മനുഷ്യന് വേണ്ടതാണ് അത്, അല്ലെ? ചില ആളുകൾക്ക് അത് ഉണ്ടാവില്ല, ഒരു സ്ട്രോങ് വിൽ പവർ ഉള്ള ആൾ ഉണ്ടാവില്ല. നമ്മൾ ഈ സ്പോർട്സിനൊക്കെ പങ്കെടുക്കുന്ന ആളുകൾക്ക് കൂടുതൽ അത് ഉണ്ടാവും, ഒരു സ്ട്രോങ് വിൽ പവർ ഉണ്ടാവും, അല്ലെ? അല്ലാതെ ഈ മടിയും ഒക്കെ ഇങ്ങനെ കാണിച്ചു നിൽക്കുന്നവർക്കൊന്നും അങ്ങോട്ട് ഇറങ്ങി കഴിയില്ല, അല്ലെ? അപ്പൊ ഈ പല പല പ്രോഗ്രാംസുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ആളുകളെ നമുക്ക് ശ്രദ്ധിക്കാം, അവർക്ക് ഭയങ്കര സ്ട്രോങ് വിൽ പവർ ഉണ്ടാവും, അല്ലെ? ചില ആളുകൾക്ക് അതില്ലാത്തതുകൊണ്ടാണ് ഭയങ്കര നാണവും കാര്യങ്ങളൊക്കെ സ്റ്റേജിലൊക്കെ കയറുമ്പോൾ വരുന്നത്. ഓക്കെ. അപ്പോ and these are the necessary to scale the height of the success. ഇത് ഇങ്ങനെയുള്ള ക്വാളിറ്റീസ് ഒക്കെ തീർത്തും ഒരു വ്യക്തിയെ സക്സസിന്റെ ഹൈറ്റിൽ എത്തിക്കാൻ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ആൻഡ് ഇൻ ദിസ് വേൾഡ് ഓഫ് ദ ചാലഞ്ച്, ഈ ഒരു കാലഘട്ടത്തിൽ, അല്ലെ, ചലഞ്ചിങ് ആയിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ഭയങ്കര ചലഞ്ചിങ് ആണ്, എല്ലാത്തിനും കോമ്പറ്റീഷൻ ആണ്, എല്ലാത്തിനും മത്സരങ്ങളാണ്. അതിന് ബിസിനസ് ആണെങ്കിലും പഠനമാണെങ്കിലും എന്ത് ഫീൽഡ് ആവട്ടെ, ഏത് പ്രൊഫഷണൽ ആണെങ്കിലും ഉണ്ട് മത്സരം, അല്ലെ? ഏത് പ്രൊഫഷണലാ മത്സരം ഇല്ലാത്ത? ഇവൻ എഡ്യൂക്കേഷണൽ ഫീൽഡിൽ വരെ മത്സരമാണ്, അല്ലെ? അപ്പൊ ഈ ഒരു മത്സരിച്ച് മുന്നോട്ട് പോകുന്ന ചലഞ്ചിങ് ആയിട്ടുള്ള ഈ ഒരു വേൾഡിൽ such qualities are essential to overcome obstacles, make quick decision, inspire others to leave the legacy, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഈ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് നമുക്ക് എന്ത് വേണം മക്കളെ? ഇങ്ങനെയുള്ള ക്വാളിറ്റീസ് നമുക്ക് വേണം. എന്തിനു വേണം? ഓവർകം ചെയ്യും ഒബ്സ്റ്റാക്കിൾസ്, തടസ്സങ്ങളും ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റീസ് ഒക്കെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എന്ത് വേണം? ഓക്കെ. മേക്ക് ക്വിക്ക് ഡിസിഷൻസ്, പെട്ടെന്ന് എന്താ പറയാ, ക്വിക്കായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനുള്ള കഴിവ്, അല്ലെ? പെട്ടെന്ന് വളരെ ഷാർപ്പായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്. ഇൻസ്പയർ അതേഴ്സ് ആൻഡ് ദ ലീവ് ലെഗസി, അല്ലെ? ഇതൊക്കെ എന്തുതന്നെയാണ്? മറ്റുള്ളവർക്കൊരു ഇൻസ്പയർ ആണ് ആൻഡ് ദെൻ ലീവ് ദ ലെഗസി, അല്ലെ? ഇപ്പോ ലെഗസി എന്ന് പറഞ്ഞപ്പോൾ ഉദ്ദേശിച്ചത് നമ്മുടെ പ്രൊഫഷണലി വേറെ ലെവലിൽ എത്തുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതിനാണ് കേട്ടോ. അപ്പോ ഇവിടെ പറഞ്ഞു വന്നത് നമ്മുടെ നീരജ ബാനറ്റിന് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു, അല്ലെ? ഈ പറഞ്ഞ എല്ലാ ക്വാളിറ്റീസും ഉള്ള ഒരു വ്യക്തിയായിരുന്നു. എലഗൻസ്, ഡെഡിക്കേഷൻ, കോൺഫിഡൻസ്, പോയിസ്, അതുപോലെ തന്നെ ഡെഡിക്കേഷൻ, പ്രൊഫഷണലിസം, അതുപോലെ കറേജ്, സെൽഫിഷ്നെസ്, ക്വിക്ക് തിങ്കിങ് ആൻഡ് സ്ട്രോങ് വിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ക്വിക്ക് ഡിസിഷൻസ്, ഇങ്ങനെയുള്ള ഈ ക്വാളിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് നീരജയുടെ എന്തുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുമ്പോഴും നിങ്ങൾക്ക് എടുത്ത് എഴുതാൻ പറ്റുന്ന കേട്ടോ. നീരജ ബാനറ്റുമായിട്ട് ബന്ധപ്പെട്ട ഈ ചാപ്റ്ററിന് ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ഏത് രീതിയിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിലും നീരജ ബാനറ്റിനുള്ള ക്വാളിറ്റീസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സുകളാണിത്. ഇതൊക്കെ കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ കഴിയും. കാരണം എലഗൻസും, ഡെഡിക്കേഷൻ, കോൺഫിഡൻസ്, പ്രൊഫഷണലിസം, അതുപോലെ കറേജ്, സെൽഫ്ലെസ്നെസ്, ക്വിക്ക് തിങ്കിങ്, ഇതൊക്കെ ആളുടെ വളരെ ഷാർപ്പായിട്ടുള്ള ക്വാളിറ്റീസ് ആണ്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാം? പഠിച്ചു വെക്കുക. ഇങ്ങനെയുള്ള പോയിന്റ്സുകളാക്കിയിട്ട് ഇങ്ങനത്തെ വേർഡുകൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ, വേർഡുകൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും, ഏത് ടൈപ്പ് ആക്ടിവിറ്റിയും ഈ ചാപ്റ്റർ റിലേറ്റ് ചെയ്ത് വരികയാണെങ്കിലും. ഓക്കെ. Then D question, what were the demands of the hijackers? വിമാനം ഹൈജാക്ക് ചെയ്തതിനു ശേഷമുള്ള അവരുടെ ഡിമാൻഡ് എന്തായിരുന്നു എന്നാണ് ചോദ്യം. The hijackers demanded the release of the certain prisoners and threatened to kill the passengers if their demands were not met. എന്താണ് പറഞ്ഞത്? ഹൈജാക്കേഴ്സ് എന്താണ് ഡിമാൻഡ് ചെയ്തത്? റിലീസ് ചെയ്യണം. അവരുടെ കുറച്ച് ആളുകളെ ജയിലിൽ ഇട്ടിട്ടുണ്ട്, പ്രിസണേഴ്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, അല്ലെ? അവരുടെ കുറച്ച് തീവ്രവാദികൾ എന്ന് പറഞ്ഞിട്ട് അവരുടെ കുറച്ച് ആളുകളെ ജയിലിൽ ഇട്ടിട്ടുണ്ട്. അവരെന്ത് ചെയ്യണം? അവരെ വിട്ടുകൊടുക്കണം. അത് മാത്രല്ല, ത്രട്ടൻ ചെയ്യുന്നുണ്ട്, അവർ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ടു കിൽ ദ പാസഞ്ചേഴ്സ്, അവര് ആളുകളെ, അതിലുള്ള യാത്രക്കാരെ കൊല്ലും. എങ്ങനെ? ഇഫ് ദർ ഡിമാൻഡ്സ് വെർ നോട്ട്, അവരുടെ ആവശ്യം നടന്നില്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? പാസഞ്ചേഴ്സിനെ അവര് കില്ല് എന്നുള്ളൊരു ഭീഷണിയും അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. The next question, how did Neeraja Banet prevent the hijackers from the identifying American passengers? എങ്ങനെയാണ് നീരജ അമേരിക്കൻ പാസഞ്ചേഴ്സിനെ ഹൈജാക്കിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തിയത്? എങ്ങനെയാണ് ഹൈജാക്കേഴ്സിന്റെ കയ്യിൽ നിന്നും ഇവരെ തടഞ്ഞത്? ഹൈജാക്കേഴ്സിന്റെ കയ്യിൽ നിന്നും ഈ ഒരു അമേരിക്കൻസിനെ എങ്ങനെയാണ് നീരജ ബാനറ്റ് രക്ഷപ്പെടുത്തിയത്?
നീരജ മാനേജ് ടു ഹൈഡ് ദ പാസ്പോർട്ട് ഓഫ് ദ അമേരിക്കൻസ് പാസഞ്ചേഴ്സ്. എങ്ങനെ എന്ത് ചെയ്തു? അവൾ പാസ്പോർട്ട് എന്ത് ചെയ്തു? അമേരിക്കൻ പാസഞ്ചേഴ്സിന്റെ പാസ്പോർട്ട് ഹൈഡ് ചെയ്തു വെച്ചു കേട്ടോ, ഒളിപ്പിച്ചു വെച്ചു. ആൻഡ് പ്രിവെന്റിങ് ദ ഹൈജാക്കേഴ്സ് ഫ്രം ദ ഐഡന്റിഫൈങ് ദ. അതുകൊണ്ട് എന്തായി? അവര് തടഞ്ഞു. എന്തിൽ നിന്നും? അവരുടെ ഐഡന്റിറ്റി തിരിച്ചറിയുന്നതിൽ നിന്നും അത് രക്ഷപ്പെടുത്തി, അതിൽ നിന്നും അത് തടഞ്ഞു. This helped save more lives as they were targeting Americans. ഇതെങ്ങനെ ഹെൽപ്പ് ചെയ്തു? ഇങ്ങനെ ഇവരെ കൂടുതൽ ടാർഗറ്റ് ചെയ്തിരുന്നത് ഇവരെ ആര് തന്നെയായിരുന്നു? ഇവരുടെ ഈ അമേരിക്കൻസിനെ തന്നെ അവരുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്ന അമേരിക്കൻസിനെയാണ്. അപ്പൊ അതിൽ നിന്നും അവരുടെ ജീവൻ രക്ഷിക്കുന്നതിന് സഹായിച്ചു. Why did the hijackers open fire on the passengers? അല്ലെ, എന്തുകൊണ്ടാണ് ഹൈജാക്കേഴ്സ് പാസഞ്ചേഴ്സിനെ ഫയർ ചെയ്തത്? ആഫ്റ്റർ 7 hours സ്റ്റാൻഡ് ഓഫ്, അല്ലെ, ഒരു 7 മണിക്കൂറിന്റെ സ്റ്റാൻഡ് ഓഫിന് ശേഷം നീരജ ഓപ്പൺ എമർജൻസി ഡോർ. നീരജ എന്ത് ചെയ്തു? എമർജൻസി ഡോറും തുറന്നു, കൂടെ ആൻഡ് എവോക്കേഷൻ ചൂട്ടും തന്നെ ഓപ്പൺ ചെയ്തു. ആൻഡ് അസിസ്റ്റഡ്, എന്നിട്ട് അവൾ അസിസ്റ്റ് ചെയ്തു, അല്ലെ, ആളുകളെ ഇറക്കുന്നതിന് അവൾ അസിസ്റ്റ് ചെയ്തു. പാസേജ് ടു എസ്കേപ്പ്, പാസഞ്ചേഴ്സിനെ എസ്കേപ്പ് ചെയ്യാൻ അവള് അസിസ്റ്റ് ചെയ്തു. ആൻഡ് ദെൻ ദ ഹൈജാക്കേഴ്സ് ഓപ്പൺ ദ ഫയർ ഓൺ. ഇത് കണ്ട് അവിടേക്ക് വന്ന ഹൈജാക്കേഴ്സ് ആണ് എന്ത് ചെയ്തത്? ഫയർ ചെയ്തത്. ഹൗ ഡസ് നീരജാസ് ഫാമിലി കീപ് ദ മെമ്മറി ഓഫ് സാക്രിഫൈസ്? അല്ലെ, അവളുടെ ആ ഒരു സാക്രിഫൈസ് ചെയ്ത, അവളുടെ ത്യാഗം ചെയ്ത അവളുടെ ജീവിതത്തിന്റെ ആ ഒരു മെമ്മറി, അല്ലെ, ആ മെമ്മറി എങ്ങനെയാണ് അവളുടെ വീട്ടുകാർ ഇപ്പോഴും നിലനിർത്തുന്നത് എന്നാണ് ചോദ്യം. ദ കൊമമറേറ്റ് ഹർ കറേജ്, അവളുടെ കറേജിന്റെ ഒരു സ്മരണ എന്ന നിലക്ക് നീരജാസ് ഫാമിലി സെറ്റ് അപ്പ് ദ നീരജാസ് ബാനത് പാൻ ആം ട്രസ്റ്റ്. എന്താണ് അവരുണ്ടാക്കിയിട്ടുള്ളത്? നീരജ ബാനത് പാൻ ആം ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ട്രസ്റ്റ് രൂപീകരിച്ചു. ടു റിക്കഗ്നൈസ് ഇന്ത്യൻ വുമൺ ഹു ഫൈറ്റ് അഗെയിൻസ്റ്റ് സോഷ്യൽ ഇൻജസ്റ്റിസ്. അവരാരതിൽ പരിഗണിച്ചത്? നമ്മുടെ സമൂഹത്തിലെ അനീതികൾ നേരിടേണ്ടി വരുന്ന സ്ത്രീകളെ അവർ പരിഗണിച്ചു. ആൻഡ് ദ എയർലൈൻ ക്രൂ ഹു ഡിസ്പ്ലേ ദ കറേജ് ഇൻ മൊമെന്റ്സ് ഓഫ് ദ ക്രൈസിസ്. അല്ലെ, എങ്ങനെയുള്ള നമ്മുടെ നീരജ ബാനത്ത് ഫേസ് ചെയ്ത പോലെയുള്ള പ്രോബ്ലംസ് വരുമ്പോ, ഇങ്ങനെയുള്ള വലിയ ക്രൈസിസ് പ്രോബ്ലംസ് വരുമ്പോ ആ മൊമെന്റ്സിൽ ഇങ്ങനെയുള്ള കറേജ് കാണിക്കുന്ന ക്രൂ മെമ്പേഴ്സ് ഇവിടെ ഉദ്ദേശിച്ചത് വിമാനത്തിലെ ജോലിക്കാരാണ്. അവരെന്ത് ചെയ്യുക? അവർക്ക് വേണ്ട സപ്പോർട്ടും അവരെയും അതേപോലെ സോഷ്യൽ ഇൻജസ്റ്റിസ് ഫേസ് ചെയ്ത വുമൻസിനുമാണ് ഇവര് അതിലൂടെ സപ്പോർട്ട് കൊടുക്കുന്നത്, ആ ഒരു ട്രസ്റ്റിലൂടെ. ക്ലിയർ? ദെൻ ലെറ്റ്സ് റിവൈൻഡ്, അല്ലെ, ലെറ്റ്സ് റിവൈൻഡ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് വലിയ രീതിയിലുള്ള ആൻസർ ആട്ടോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല നമ്മുടെ ടെക്സ്റ്റ് ബുക്കാരെ എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് നീരജ ബാനസ് സാക്രിഫൈസ്? അല്ലെ, എന്താണ് നീരജ ബാനസിന്റെ ആ ഒരു സാക്രിഫൈസിന്റെ ആ ഒരു ത്യാഗത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. നീരജ ബാനസ് സാക്രിഫൈസ് ഹോൾഡ് ഇമ്മൻസ് സിഗ്നിഫിക്കൻസ്, അല്ലെ, വളരെ ആഴത്തിലേറിയിട്ടുള്ള വളരെ ഇമ്മൻസ് ആയിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻസ് തന്നെയാണ് അവരുടെ സാക്രിഫൈസ് എന്ന് പറയുന്നത്. നീരജ സ്വിഫ്റ്റ് ആക്ഷൻ സേവ്ഡ് 359 of 379 passengers and crew. അല്ലെ, അവരെന്ത് ചെയ്തിട്ടുണ്ട്? എത്ര ആളുകളെയാണ് അവർ രക്ഷിച്ചിട്ടുള്ളത് നോക്കിയേ? 353 379 ആളുകളെയാണ്, അല്ലെ. And Neeraja was shoot while valiantly shielding 3 children from the bullets. അതേപോലെ തന്നെ അവൾ എന്ത് ചെയ്തു? വളരെ ധീരതയുടെ കവചമണിഞ്ഞു 3 കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി, അല്ലെ, ബുള്ളറ്റിൽ നിന്നും രക്ഷിക്കാൻ 3 കുട്ടികളെ ബുള്ളറ്റിന്റെ ഇരയിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ധീരതയുടെ കവചമണിഞ്ഞു കൊണ്ടാണ് അവള് മരണപ്പെട്ടത്. ഹെർ ബ്രേവറി പ്രിവെന്റഡ് എ പൊട്ടൻഷ്യൽ മസാക്രി. ഹെർ ഹീറോയിസം സാക്രിഫൈസ് വിൽ ലൈ ഓൺ അവർ മെമ്മറി ഫോർ എവർ. അല്ലെ, അവളുടെ ഹീറോയിസം, അവളുടെ ധീരത, അല്ലെ, വലിയൊരു അവളുടെ ആ ടൈമിൽ അവൾ കാണിച്ച ധീരതയാണ് വലിയൊരു ദുരന്തത്തെ എന്ത് ചെയ്തു? പ്രിവെന്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ അവളുടെ ഹീറോയിസവും അവളുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്തതും ഇന്നും നമ്മുടെ മെമ്മറികളിൽ എന്താണ്? ഇപ്പോഴും എന്നും ലൈവ് ആയിട്ടുണ്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും. ഹെർ സ്റ്റോറി ഇൻസ്പയർഡ് ജനറേഷൻ. അവളുടെ സ്റ്റോറി എന്താണ്? വരും തലമുറകൾക്കും ഓരോ ജനറേഷനും എന്താണ്? ഒരു ഇൻസ്പിറേഷൻ ആണ്. അൺലൈക്ക് ടു ചേഞ്ചസ് ഇൻ ആവിയേഷൻ സെക്യൂരിറ്റി പ്രൊസീജിയർ വേൾഡ്. അത് മാത്രമല്ല, ഏവിയേഷൻ സെക്യൂരിറ്റി പ്രോസസ്സിലും തന്നെ ഒരുപാട് മാറ്റങ്ങൾ അതിന്റെ ഭാഗമായിട്ട് പിന്നീട് വരുത്തുകയും ചെയ്തു. Then second question, how did the world honor നീരജ? എങ്ങനെയാണ് ഈ ലോകം നീരജയ്ക്ക് ഹോണർ കൊടുത്തത്? അല്ലെ, മരിച്ചു കഴിയുമ്പോൾ അവൾക്ക് അവളുടെ ആയിട്ടുള്ള അംഗീകാരങ്ങൾ കൊടുക്കും ആളുകളിലെ. എങ്ങനെയാണ് അവരെ ആദരിച്ചത് എന്ന് നമുക്ക് നോക്കാം.
Neeraja was posthumously conferred India highest peacetime gallantry award, the Ashoka Chakra, on the Republic Day of the 1987. അല്ലെ 1987 അശോക ചക്ര അവാർഡ് നൽകി. And the United States Congress Special Courage Award was posthumously confirmed on Neeraja Banerjee. അല്ലെ അതുപോലെ യുണൈറ്റഡ് സ്റ്റേറ്റ് എന്ത് അവാർഡ് കൊടുത്തത്? സ്പെഷ്യൽ കറേജ് അവാർഡ് കൊടുത്തു. ആൻഡ് ഓർത്ത് വെക്കണം കേട്ടോ, അശോക ചക്ര അവാർഡ്, കറേജ് അവാർഡ്, സ്പെഷ്യൽ കറേജ് അവാർഡ് കേട്ടോ. And the Flight Safety Foundation and International Organization for Aviation Safety also honored her with a Heroism Award. അല്ലെ അത് കൊടുത്തത് ഫ്ലൈറ്റ് സേഫ്റ്റി ഫൗണ്ടേഷൻ ആൻഡ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. അവർ കൊടുത്തതാണ് ഹീറോയിസം അവാർഡ് കേട്ടോ. അതുപോലെ പാകിസ്ഥാൻ ഹോണേർഡ് ഹെർ വിത്ത് തങ്ക ഇ പാകിസ്ഥാൻ അവാർഡ് കേട്ടോ. തംഖ ഇ പാകിസ്ഥാൻ അവാർഡ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇൻ 2060 ബോളിവുഡ് മൂവി നീരജ ദ ബയോപിക് ഓൺ ഹെർ ലൈഫ് അല്ലെ, ഒരു 2016 ഇറങ്ങിയിട്ടുള്ള നീരജയുടെ ബയോപിക് ഫിലിം ഉണ്ടായിരുന്നു, ഓൾറെഡി ഞാൻ പറഞ്ഞു. ആൻഡ് സാക്രിഫൈസ് ഡയറക്ടഡ് ബൈ ദ രാം മാധവാനി വാസ് എ ഹ്യൂജ് ഹിറ്റ്, വിന്നിംഗ് ദ നാഷണൽ അവാർഡ് ഫോർ ദ ബെസ്റ്റ് ഫീച്ചർ ഫിലിം ഇന്ത്യ അവാർഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വളരെ വലിയ ഹിറ്റ് തന്നെ ആയിരുന്നു അല്ലെ. അതും അവർക്കുള്ള ഒരു അംഗീകാരം തന്നെയാണ് അല്ലെ. ഒരുപാട് പേര് അവരെ അറിയുന്നത് ആ ഫിലിമിലൂടെ ആയിരിക്കും. ആ ഫിലിം ഇറങ്ങിയതിന്റെ ഭാഗമായിട്ടെങ്കിലും, ആ ക്യാരക്ടർ ഇറങ്ങിയതിന്റെ ഭാഗമായിട്ട് അങ്ങനെയുള്ള ഒരു ഇൻസിഡന്റും നീരജയും എന്നും ആളുകൾ എന്ത് ചെയ്യും, ഓർത്തു വെക്കും. ഓക്കെ, അപ്പൊ ഇത്രയും ഹോണേഴ്സുകളാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വളരെ സിമ്പിൾ ആയിരുന്നു അല്ലെ. ചാപ്റ്റർ അറിയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. അത്ര സിമ്പിൾ ആക്കി എഴുതാൻ പറ്റുന്നോ അത്രയും സിമ്പിൾ ആക്കി എഴുതി പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ചാപ്റ്ററിന്റെ ആക്ടിവിറ്റീസുമായിട്ട്, ഷീൽഡ് ഓഫ് കറേജിന്റെ ആക്ടിവിറ്റീസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.